ങ്ങളുടെ ആശയങ്ങളാണ് നാം പഠിച്ചത്. ഇന്ന് നമുക്ക് 136 മുതലുള്ള സൂക്തങ്ങൾ ശ്രദ്ധിക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وجعلوا لله مما ذرأ من الحرث والأنعام نصيبا فقالوا هذا لله بزعمهم وهذا لشركائنا فما كان لشركائهم فلا يصل إلى الله وما كان لله فهو يصل إلى شركائهم ساء ما يحكمون. മനുഷ്യനിൽ സംഭവിക്കുന്ന വിശ്വാസ വ്യതിചലനങ്ങളെ കുറിച്ചാണ്, വിശ്വാസപരമായ വഴികേടുകളെ കുറിച്ചാണ് സൂറത്തുൽ അൻആം മുഖ്യമായിട്ട് പരാമർശിക്കുന്നത്. മനുഷ്യൻ എങ്ങനെയാണ് ഏകദൈവത്വ വിശ്വാസത്തിൽ നിന്ന് ബഹുദൈവ വിശ്വാസത്തിലേക്ക് എത്തുന്നത്, മനുഷ്യൻ എങ്ങനെയാണ് യുക്തിഭദ്രമായ നിലപാടുകളിൽ നിന്ന് അന്ധവിശ്വാസങ്ങളിലേക്കും അനാചാരങ്ങളിലേക്കും ചെന്നെത്തുന്നത്. ഇത്തരം വിഷയങ്ങൾ സൂറത്തുൽ അൻആമിൽ വിശദമായി തന്നെ പരാമർശിക്കപ്പെടുന്നുണ്ട്. പ്രത്യേകിച്ചും ഈ സൂറ അവതരിക്കുന്നത് മക്കി സാഹചര്യത്തിലാണ്. മക്കയിൽ അന്ന് നിലനിന്നിരുന്ന ബഹുദൈവത്വവും അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ഇങ്ങനെ തുടങ്ങിയുള്ള വിശ്വാസപരമായ വഴികേടുകളെ ഈ സൂറ വളരെ കൃത്യമായിട്ട് ബോധ്യപ്പെടുത്തുന്നത് നമുക്ക് കാണാം. അങ്ങനെ സംഭവിക്കുമ്പോൾ ഒരു വ്യക്തി അല്ലെങ്കിൽ സമൂഹം വിശ്വാസപരമായ വഴികേടിൽ ചെന്നപ്പെടുമ്പോൾ എന്തൊക്കെ പ്രയാസങ്ങൾ ഉണ്ടാവും? അയാൾ അല്ലെങ്കിൽ ആ സമൂഹം മറ്റുള്ളവരെ അതേ വഴികേടിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. അതാണ് ഒരു പ്രശ്നം. പിന്നെ ഇത്തരത്തിലുള്ള ഊഹാധിഷ്ഠിതമായ നിലപാടുകൾ മറ്റുള്ളവരുടെ വിശ്വാസത്തെയും ബാധിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ അതൊരു സാമൂഹിക ക്രമമായിട്ട് മാറും. അന്ധവിശ്വാസം ഒരു സമൂഹത്തിൻ്റെ ജീവിതക്രമമായിട്ട് മാറുക. ആലോചിച്ച് നോക്കൂ, അതെത്ര അപകടകരമായിരിക്കും അല്ലേ? അതുകൊണ്ടാണ് മനുഷ്യന്റെ സൃഷ്ടാവ് അള്ളാഹുവാണ്, ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ് അള്ളാഹുവാണ്. അതിനാൽ അവന്റെ നിയമമനുസരിച്ചാണ് ഈ ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യർ നിലകൊള്ളേണ്ടത് എന്നതാണ് ഖുർആനിന്റെ കാഴ്ചപ്പാട്. ആ ഒരു കാഴ്ചപ്പാട് ഖുർആൻ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെ അല്ലെങ്കിൽ ഉണ്ടാകുന്ന ഭവിഷ്യത്തുകളെ കുറിച്ചും ഖുർആൻ നിരന്തരം ചൂണ്ടിക്കാണിക്കും. 136 മുതലുള്ള ആയത്തുകൾ ഇത്തരത്തിലുള്ള വിശ്വാസപരമായ വ്യതിചലനങ്ങൾ, വഴികേടുകൾ മനുഷ്യനെ എത്രത്തോളം മാറ്റിമറിക്കും, എത്രത്തോളം ഗുരുതരമായ സാഹചര്യങ്ങളിൽ എത്തിക്കും എന്ന് പറഞ്ഞു തരാൻ. അതിനൊരു ഉദാഹരണമാണ് ഇവിടെ പറയുന്നത്. കാർഷിക വിളകളും കന്നുകാലികളൊക്കെയായി ബന്ധപ്പെട്ടുകൊണ്ട് ബഹുദൈവ വിശ്വാസികൾ സ്വീകരിക്കുന്ന ചില രീതികളെ കുറിച്ച്, അന്നത്തെ കാലത്ത് പ്രത്യേകിച്ച് ഉണ്ടായിരുന്ന ചില സമ്പ്രദായങ്ങളെ കുറിച്ചാണ് അള്ളാഹു വെളിപ്പെടുത്തുന്നത്. നമുക്ക് 136 സൂക്തത്തിന്റെ അർത്ഥം ശ്രദ്ധിക്കാം. വജഅലു, അവര് ആക്കി, ലില്ലാഹ്, അള്ളാഹുവിന്, മിമ്മാ ദറഅ, അവൻ സൃഷ്ടിച്ചതിൽ നിന്ന്, മിനൽ ഹർഫ്, കാർഷിക വിളകളാൽ, വൽ അൻആം, കന്നുകാലികളാലും, നസീബൻ, ഒരു വിഹിതം. ഇക്കൂട്ടര് അള്ളാഹു സൃഷ്ടിച്ച വിളകളിൽ നിന്നും കന്നുകാലികളിൽ നിന്നും ഒരു വിഹിതം എന്ത് ചെയ്തു? അള്ളാഹുവിന് എന്ന് പറഞ്ഞുകൊണ്ട് മാറ്റിവെച്ചു.
ഫഖാലു, എന്നിട്ട് അവർ പറയാണ്, ഹാദാ ലില്ലാ, ഇത് അള്ളാഹുവിനുള്ളതാണ് എന്ന് പറഞ്ഞിട്ട് ഒരു വിഹിതം അവർ മാറ്റിവെച്ചു. ബിസഅമിഹിം, സഅമ എന്ന വാക്കിന്റെ അർത്ഥം വാദിച്ചു, തർക്കിച്ചു എന്നൊക്കെയാണ്. അപ്പൊ അവരുടെ വാദമനുസരിച്ച് അവരങ്ങനെ പറഞ്ഞു. എന്നിട്ടോ പിന്നെ അവർ പറയുന്നത്, അവരുടെ മറ്റൊരു വാദം എന്താണെന്നറിയോ? വഹാദാ ലിശുറക്കാഇന, ഒരു പങ്കാണ് അള്ളാഹുവിന് നൽകിയത്, മറ്റൊരു പങ്ക് വഹാദ, ഇത് ലിശുറക്കാഇന, ഞങ്ങളുടെ ദൈവങ്ങൾക്കുള്ളതാണ് എന്നാണ് അവർ പറയുന്നത്. ഒരു പങ്ക് അള്ളാഹുവിന്, മറ്റൊരു പങ്ക് ഞങ്ങളുടെ ദൈവങ്ങൾക്കുള്ളതാണ്, ഞങ്ങളുടെ ദൈവത്തിന്റെ പങ്കാളികൾക്കുള്ളതാണ് എന്ന് പറയുന്നു. ഫമാ കാന ലിശുറക്കാഇഹിം, അല്ലാഹു പറയാം, ഫമാ കാന ലിശുറക്കാഇഹിം, അവരുടെ ദൈവങ്ങൾക്ക് ഉള്ളത് എന്നവർ പറഞ്ഞതുണ്ടല്ലോ. ഫമ, എന്തോ അത്, കാന ആകുന്നു, ലിശുറക്കാഇഹിം, അവരുടെ ബഹുദൈവങ്ങൾക്കുള്ളത് എന്താണ്? ഫലാ യസ്സിലു ഇലല്ലാഹ്, വസല യസ്സിലു, എത്തിച്ചേർന്നു, ഫലാ യസ്സിലു, അത് ചേരുകയില്ല, ഇലല്ലാഹ്, അള്ളാഹുവിനുള്ള ഓഹരിയുമായിട്ട് ഒരിക്കലും അവരുടെ പങ്കാളികളുടെ ഓഹരി ചേരുകയില്ല. വമാ കാന ലില്ലാഹ്, എന്നാൽ അള്ളാഹുവിനുള്ളതോ, ഫഹുവ യസ്സിലു, അത് ചേരും, ഇലാ ശുറക്കാഇഹിം, അവരുടെ ദൈവങ്ങളിലേക്ക് ചേരുകയും ചെയ്യും. നമുക്ക് വിശദീകരിക്കുമ്പോൾ ഒന്നുകൂടി മനസ്സിലാവും. സാ, എത്ര ചീത്തയാണ്, എത്ര മോശമാണ്, മാ യഹ്കുമൂൻ, ഇക്കൂട്ടർ വിധിക്കുന്നത് എത്ര മോശമാണ്. ഒന്നുകൂടി അർത്ഥം ശ്രദ്ധിക്കാം. വജഅലൂ ലില്ലാഹി മിമ്മാ ദറഅ മിനൽ ഹർസി വൽ അൻആമി നസീബൻ, ഇക്കൂട്ടര് അള്ളാഹു സൃഷ്ടിച്ച കാർഷിക വിളകളിൽ നിന്നും കന്നുകാലികളിൽ നിന്നും ഒരു വിഹിതം അള്ളാഹുവിന് തന്നെ നിശ്ചയിച്ചു കൊടുത്തിരിക്കുന്നു. അത് നല്ല കാര്യമാണ്. എന്നിട്ടോ ഫഖാലു ഹാദാ ലില്ലാ, എന്നിട്ട് അവർ പറയാണ്, ഇത് അള്ളാഹുവിനുള്ള വിഹിതമാണ് എന്ന് അവർ പറയും. എന്നിട്ടോ ബിസഅമിഹിം വഹാദാ ലിശുറക്കാഇന, അവരുടെ വാദമനുസരിച്ച് മറ്റൊരു വിഹിതം അവരുടെ വ്യാജ ദൈവസങ്കല്പങ്ങൾക്കുള്ളതാണ് എന്നും പറയും. അള്ളാഹുവിന് അവരായിട്ട് നിശ്ചയിച്ചു വെച്ചിട്ടുള്ള പങ്കാളികൾക്കുള്ളതാണ് മറ്റൊരു വിഹിതം എന്നാണ് അവർ പറയുന്നത്. എന്നിട്ടോ ഫമാ കാന ലിശുറക്കാഇഹിം ഫലാ യസ്സിലു ഇലല്ലാഹ്, അതിൽ മറ്റൊരു കാര്യമുള്ളത് എന്താണെന്നറിയോ? അവരുടെ ദൈവങ്ങൾക്കുള്ളതൊന്നും അള്ളാഹുവിനുള്ളതിലേക്ക് ചേരുകയില്ല. വമാ കാന ലില്ലാഹി ഫഹുവ യസ്സിലു ഇലാ ശുറക്കാഇഹിം, എന്നാൽ അള്ളാഹുവിനുള്ള വിഹിതം ഉണ്ടല്ലോ, അത് അവരുടെ ദൈവങ്ങൾക്കുള്ളതിലേക്ക് ചേരുകയും ചെയ്യും. സാഅ മാ യഹ്കുമൂൻ, ഇവർ വിധിക്കുന്നത് എത്ര മോശമായിരിക്കുന്നു. ഇതാണ് മൊത്തത്തിലുള്ള ഈ സൂക്തത്തിന്റെ അർത്ഥം. ഇനി നമുക്ക് വിശദാംശങ്ങളിലേക്ക് പോകാം. എന്താണ് ഉദ്ദേശിക്കുന്നത്? ഭക്തജനങ്ങൾ അവരുടെ ദൈവങ്ങൾക്ക് പല കാണിക്കകളും അതുപോലെ വഴിപാടുകളും ഒക്കെ അർപ്പിക്കുമല്ലോ, അല്ലേ? അങ്ങനെയുള്ള ഒരു സന്ദർഭമാണ് ഇവിടെ പറയുന്നത്. അതേസമയം മുശ്രിക്കായ ആള്, ബഹുദൈവ വിശ്വാസി എന്ന് പറയുമ്പോൾ അയാൾക്ക് സാക്ഷാൽ അള്ളാഹുവിൽ വിശ്വാസം ഉണ്ടാകുമോ? ഉണ്ടാവും. യഥാർത്ഥ അള്ളാഹുവിനെ അവർ വിശ്വസിക്കുന്നു. എന്നാൽ അള്ളാഹുവിന് മറ്റ് ചില പാർട്ട്ണർമാരുണ്ട്, ചില പങ്കാളികൾ കൂടിയുണ്ട് എന്നതാണ് അവരുടെ കാഴ്ചപ്പാട്. അപ്പൊ അവരുടെ സമ്പത്തുക്കളിൽ ഒരു വിഹിതം അള്ളാഹുവിന് മാറ്റിവെക്കും. എന്നിട്ടോ മറ്റൊരു വലിയ വിഹിതം അവരുടെ അള്ളാഹുവിന് അവർ തന്നെ സൃഷ്ടിച്ചു വെച്ച പങ്കാളികൾക്ക് വേണ്ടി മാറ്റിവെക്കും. അതാണ് സംഭവിക്കുന്നത്. അപ്പൊ അങ്ങനെ സംഭവിക്കാമോ? അങ്ങനെ രണ്ട് വിഹിതം ഉണ്ടോ? ഇല്ലല്ലോ. ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അയാൾ ചെലവഴിക്കേണ്ടത് അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം മാത്രമാണ്, അല്ലെ? അപ്പൊ ഇത് നമ്മളിപ്പോ ബലി പെരുന്നാൾ സംഭവിക്കാൻ പോവാണ് നാളെ, അല്ലെ? അപ്പൊ നമ്മൾ ബലി നൽകുന്നത് അള്ളാഹുവിന്റെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ടാണ്. അങ്ങനെ അല്ലാതെ ബലി ഇല്ല. അപ്പൊ ഒരാള് 2 മൃഗങ്ങളെ വാങ്ങിച്ചു, ഒന്ന് അള്ളാഹുവിന്, മറ്റേത് അള്ളാഹുവിന്റെ പങ്കാളിക്ക് എന്ന് പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും?
അതിനാണ് ഷിർക്ക് എന്ന് പറയാം. അള്ളാഹുവിൽ പങ്കു ചേർക്ക്, അള്ളാഹുവിനുള്ള അധികാരാവകാശങ്ങൾ അള്ളാഹു അല്ലാത്തവർക്കും വകവെച്ചു കൊടുക്കുന്നതിനാണല്ലോ ഷിർക്ക് എന്ന് പറയാം. അപ്പൊ അങ്ങനെ സംഭവിക്കുന്നു എന്നതാണ് ഇവിടെ പറഞ്ഞു വരുന്ന കാര്യം. വജാലൂലില്ല, അവര് അള്ളാഹുവിന് നിശ്ചയിച്ചു കൊടുക്കും. മിമ്മ എന്ന് പറഞ്ഞാൽ പരത്തി എന്നാണ്, ശരിക്കും വ്യാപിപ്പിച്ചു എന്നൊക്കെയാണ് വാക്കിന്റെ അർത്ഥം. പിന്നെ അതിൽ സൃഷ്ടിച്ചു എന്നുള്ള ആശയവും വരുന്നുണ്ട്. സൃഷ്ടിച്ചു വ്യാപിപ്പിച്ചു, അതാണല്ലോ അള്ളാഹു ചെയ്തത്. മനുഷ്യകുലത്തെ ആദം അലൈഹിസ്സലാമിൽ നിന്ന് തുടങ്ങിയിട്ട് ലോകം മുഴുവനും വ്യാപിപ്പിച്ചു. കൃഷിയുടെയും അവസ്ഥ അത് തന്നെയാണ്. ഒരു വിത്ത് ആദ്യമായിട്ട് ഭൂമിയിൽ വന്നതായിരിക്കും. അതിൽ നിന്ന് പിന്നീട് ധാരാളം വിത്തുകളുണ്ടായി, ചെടികളുണ്ടായി, അങ്ങനെ ലോകം മുഴുവനും വിഭവങ്ങൾ വ്യാപിക്കാൻ. മിമ്മ മിനൽ ഹർഫ്. അപ്പൊ ആരാണ് ഈ കന്നുകാലികളെയും കൃഷിയെയും സൃഷ്ടിക്കുന്നത്? അള്ളാഹുവാണ്. അതാണ് അതിൽ ഏറ്റവും ചിന്തിക്കേണ്ടത്. വജഅലൂലില്ല, അവർ അള്ളാഹുവിന് നിശ്ചയിച്ചു കൊടുത്തു. മിമ്മ മിനൽ ഹർഫ്, അള്ളാഹു തആല സൃഷ്ടിച്ചു വ്യാപിപ്പിച്ച സംഗതികളെ, മിനൽ ഹർഫ് കൃഷിയിൽ നിന്ന്, വൽ അൻആം കന്നുകാലികളിൽ നിന്നും എന്താ കൊടുത്തത്? നസീബൻ ഒരു വിഹിതം മാത്രം മാറ്റിവെച്ചു. ഫഖാലു, എന്നിട്ട് അവർ പറയാണ് ഹാദാ ലില്ല, ഇത് അള്ളാഹുവിനുള്ളതാണ്. നല്ല കാര്യമല്ലേ? തീർച്ചയായിട്ടും നല്ലതാണ്. ഇപ്പൊ നമ്മൾ 2.5% നിർബന്ധപൂർവം സക്കാത്തായിട്ട് നൽകുന്നു, നല്ല കാര്യമാണ്. ഹാദാ ലില്ല, ഇത് അള്ളാഹുവിന്റെ പ്രീതി ആഗ്രഹിച്ച് അള്ളാഹുവിന് വേണ്ടിയിട്ട് മാറ്റിവെച്ചതാണ് എന്നാണ് അവർ പറയുന്നത്. അതേ സമയത്ത് തന്നെ അവർ പറയുന്നു ബിസഅമിഹിം വഹാദാ ലി ശുറക്കാഇന, എന്നിട്ട് അവരുടെ മറ്റൊരു വാദം പറയാണ് ഹാദാ ലി ശുറക്കാഇന, മറ്റേ വിഹിതം ഉണ്ടല്ലോ അത് ഞങ്ങളുടെ പങ്കാളികൾക്കുള്ളതാണ് എന്നാ പറയുന്നത്. അള്ളാഹുവിനുള്ള 2.5 മാറ്റിവെച്ചു, പിന്നെ 97.5 ബാക്കിയുണ്ട് അല്ലെ? അതിൽ കുറെ അവർ സ്വയം ഉപയോഗിക്കുന്നു എന്ന് കരുതാം. എന്നാലും ബാക്കി ഒരു 47% അവർ അവരുടെ ദൈവങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കുകയാണ് എന്ന് കരുതാം. അങ്ങനെയാണ് പറയുന്നത്. എന്നിട്ട് മറ്റൊരു കാര്യം പറയാണ് ഫമാ കാന ലി ശുറകാഇഹിം ഫലാ യസിലു ഇലല്ലാഹ്, അവർ അവരുടെ പങ്കാളികൾക്ക് വേണ്ടി മാറ്റിവെച്ചതുണ്ടല്ലോ അതൊരിക്കലും അള്ളാഹുവിങ്കൽ എത്തിച്ചേരൂല. അത് പങ്കാളികൾക്ക് മാത്രമുള്ളതാണ്. അപ്പൊ പങ്കാളികൾക്കുള്ളത് എന്ന് പറഞ്ഞാൽ ആരായിരിക്കും അത് ഉപയോഗിക്കുന്നത്? ആ സമൂഹത്തിലെ പുരോഹിതന്മാരായിരിക്കും അത് ഉപയോഗിക്കുക അല്ലെ? സമൂഹത്തെ ചൂഷണം ചെയ്തുകൊണ്ട് പുരോഹിതന്മാർ ഉപയോഗിക്കും. അത്തരം കേന്ദ്രങ്ങളിൽ അത് കൂടുതലായിട്ട് അവർ നൽകും. അങ്ങനെ നൽകുമ്പോൾ അവിടെയുള്ള അതിൻ്റെ കമ്മിറ്റിക്കാരും ആൾക്കാരും ഒക്കെയാണ് പിന്നെ അത് ഉപയോഗിക്കുന്നവരായിട്ട് മാറുന്നത് എന്നതാണ്. അതേ സമയത്ത് അങ്ങനെ അവരുടെ ദൈവങ്ങൾക്ക് നൽകിയത് അള്ളാഹുവിങ്കൽ ഒരിക്കലും എത്തുകയില്ല എന്നാണ് അതിന്റെ പ്രത്യേകത. അതേ സമയത്ത് അള്ളാഹുവിന് നേർന്നതുണ്ടല്ലോ, ഇപ്പൊ 2.5% കരുതാം. ആ 2.5% പല ന്യായങ്ങൾ പറഞ്ഞ് അവരുടെ ദൈവങ്ങൾക്ക് വേണ്ടിയിട്ട് മാറ്റിവെക്കുകയും ചെയ്യും. അതാണ് അവരുടെ ഒരു കള്ളക്കളി, അവിടെ നടക്കുന്നൊരു അഴിമതിയാണത് എന്ന് മനസ്സിലാക്കണം. അതിനെക്കുറിച്ചും അള്ളാഹു ഇവിടെ സൂചിപ്പിക്കുകയാണ്. അപ്പോൾ അള്ളാഹുവിന് വഴിപാട് നൽകുക, അള്ളാഹുവിന്റെ പ്രീതിക്ക് വേണ്ടി ദാനധർമ്മങ്ങൾ ചെയ്യുക എന്നത് തീർച്ചയായിട്ടും നല്ല കാര്യമാണ്. ഖുർആൻ നിരന്തരം പ്രോത്സാഹിപ്പിക്കുന്നതാണ് എന്ന് നമുക്കറിയാം. പക്ഷെ അതിൽ അവർ കാണിക്കുന്ന കള്ളക്കളിയാണ് പ്രശ്നം. അള്ളാഹുവിനൊരു വിഹിതം കൊടുത്തു, എന്നിട്ടോ പിന്നെ അവരുടെ മറ്റു ദൈവസങ്കല്പങ്ങൾക്ക് വേറൊരു വിഹിതം നൽകുകയാണ് അവർ. അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? അത് ഏകദൈവത്വത്തിനെതിരല്ലേ? തീർച്ചയായിട്ടും അങ്ങനെയാണ് അല്ലേ? അങ്ങനെ സംഭവിക്കാൻ പാടില്ല. ഇപ്പൊ നമ്മൾ ബഹുദൈവത്വപരമായ ഇടങ്ങളിൽ ചെന്നു നോക്കിയാൽ, അത്തരം കേന്ദ്രങ്ങളെ കുറിച്ച് പഠിച്ചാൽ മനസ്സിലാകും, ഏകദൈവ സിദ്ധാന്തം അനുസരിച്ചുള്ള സംവിധാനങ്ങൾക്ക് ലഭിക്കുന്നതിനേക്കാൾ സമ്പത്തും സൗകര്യങ്ങളൊക്കെ അവിടെയാണ് കൂടുതൽ ഉണ്ടാവുക അല്ലെ? ആളുകൾ ഒന്നായിട്ട് സ്വർണവും അതുപോലുള്ള വില കൂടിയ വിഭവങ്ങളൊക്കെ കൊണ്ടുപോയിട്ട് തുലാഭാരം നടത്തുന്ന സംഭവമൊക്കെ കാണാറില്ലേ? ഒരു തട്ടില് ആ ഭക്തൻ ഇരിക്കുകയാണ്, മറ്റേ തട്ടില് അയാളുടെ തൂക്കത്തിനനുസരിച്ച് സ്വർണമോ അല്ലെങ്കിൽ വെള്ളിയോ എന്താണോ വില കൂടിയ വിഭവം അത് വെച്ചുകൊണ്ട് തൂക്കുകയാണ് അല്ലെ? ഇങ്ങനെയൊക്കെ ബഹുദൈവത്വ കേന്ദ്രങ്ങളിലാണ് കൂടുതലായിട്ടും
സമ്പത്ത് വന്നു ചേരുന്നത് എന്ന് കാണാൻ കഴിയും. മുസ്ലിം സമൂഹത്തെ കുറിച്ച് പറയുമ്പോഴും ഇങ്ങനെയൊക്കെ തന്നെയാണ്. അള്ളാഹുവിന്റെ മാർഗത്തിൽ സക്കാത്ത് ചെലവഴിക്കാൻ പറഞ്ഞാലേ മുസ്ലിം സമുദായത്തിലെ മഹാഭൂരിപക്ഷം ഇപ്പോഴും അതിന് സന്നദ്ധമല്ല. അതേ സമയത്ത് അള്ളാഹു അല്ലാത്തവരുടെ മാർഗത്തിൽ ചെലവഴിക്കാൻ പറഞ്ഞാലോ അവിടെ ക്യൂ ആയിരിക്കും, അല്ലേ? നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സംഗതിയാണ്. പള്ളികളെക്കാൾ സുന്ദരവും ഭംഗിയുള്ളതും സൗകര്യമുള്ളതും ദർഗകളായിട്ട് മാറുകയാണ്, അല്ലേ? അങ്ങനെയുള്ള മഖ്ബറകളും അതുപോലെയുള്ള സംവിധാനങ്ങൾക്ക് അമിതമായ പ്രാധാന്യം നൽകുക, അതിനു വേണ്ടിയിട്ട് എന്തും ചെലവഴിക്കുന്നതിൽ യാതൊരു മടിയും ഇല്ലാതിരിക്കാം എന്നൊരവസ്ഥ കാണാം. അപ്പൊ ഒരു വിഹിതം അള്ളാഹുവിന് എന്തോ നിസ്സാരമായതാണ് കൊടുക്കുക. അതേസമയത്ത് അവരിഷ്ടപ്പെടുന്ന ഭക്തന്മാർ, അതല്ലെങ്കിൽ സിദ്ധന്മാർ, അല്ലെങ്കിൽ അതുപോലെയൊക്കെ പറയപ്പെടുന്ന ആളുകൾ, അല്ലെങ്കിൽ അവരുടെ കേന്ദ്രങ്ങൾ, അവിടെ എത്ര വേണമെങ്കിലും കൊണ്ടുപോയി കൊടുക്കും. ഇതാണ് സംഭവിക്കുക. അതേപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ, ഹജ്ജ് ചെയ്യാൻ ബാധ്യതയുള്ള ആളുകൾ, ഇപ്പൊ ഹജ്ജിന് ഗവൺമെന്റ് സംവിധാനത്തിൽ 4.5 ലക്ഷം രൂപ മതി. അയാൾ പോയിട്ട് തിരിച്ചു വരുന്നത് വരെ കുടുംബത്തിന് കഴിയാൻ ഒരു 50,000 കൂടി ചേർക്കാം. അപ്പോൾ ഒരു 5 ലക്ഷം കൊണ്ട് സാധിക്കുന്ന ഒരു കാര്യമാണ്. അതല്ലെങ്കിൽ കുറച്ചുകൂടി നന്നായിട്ട്, അല്ലെങ്കിൽ പ്രൈവറ്റ് സംവിധാനത്തിൽ സൗകര്യങ്ങളോടെ പോവാണെങ്കിലോ അപ്പോഴൊരു 7-7.5 ലക്ഷം രൂപ മതിയാവും എന്ന് കരുതാം. പക്ഷേ ഇത്രയും നൽകാൻ ഒരു പ്രയാസവും ഇല്ലാത്ത മുസ്ലിം സമൂഹത്തിലെ അംഗങ്ങൾ, ധാരാളം ആളുകൾ ഹജ്ജ് ചെയ്യുന്നില്ല. അതേ സമയത്ത് അവരെന്താ ചെയ്യുന്നത്? മറ്റു പല കേന്ദ്രങ്ങളും സിയാറത്ത് ചെയ്തുകൊണ്ടിരിക്കും അവര്. അത് ഒരുപക്ഷെ കേരളത്തിനകത്തും അതുപോലെ ഇന്ത്യക്കകത്തും അതല്ലെങ്കിൽ ലോകത്തിന്റെ പല ഭാഗത്ത് തന്നെ അവർ യാത്രയയക്കും. അത്തരം കേന്ദ്രങ്ങൾ തേടിയിട്ട് യാത്രയാവാൻ അവർ സന്നദ്ധമാണ്. എത്ര വേണമെങ്കിലും സമ്പത്ത് ചെലവഴിക്കുകയാണ്. സിയാറത്ത് ടൂറുകൾ എന്ന് പറഞ്ഞിട്ട് രാജ്യം മുഴുവനും കറങ്ങി നടക്കുന്നുണ്ട്. അതിനുവേണ്ടി എത്ര സമ്പത്ത് ഒരു ചെലവഴിക്കും. ആ കേന്ദ്രങ്ങളിൽ എത്ര വേണമെങ്കിലും കാണിക്ക അർപ്പിക്കും. ആലോചിച്ച് നോക്ക്, എന്തൊരു വൈരുദ്ധ്യമാണ്. യഥാർത്ഥത്തിൽ അള്ളാഹുവിൽ വിശ്വസിക്കുന്ന ആള് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള പൂജ വഴിപാടുകളും നേർച്ചകളൊക്കെ നടത്താൻ പാടുണ്ടോ? പാടില്ലല്ലോ. എന്നിട്ട് പറയും അവിടെ ചെന്നത് കൊണ്ടാണ് എനിക്ക് കുഞ്ഞുണ്ടായത്, അവിടെ ചെന്നപ്പോഴാണ് എൻ്റെ ബിസിനസ്സിൽ അഭിവൃദ്ധി ഉണ്ടായത്, ഇന്ന കാര്യം സാധിച്ചത് എന്നൊക്കെ ചേർത്ത് പറയും ചെയ്യും. ആ വൈരുദ്ധ്യം വളരെ ആലോചിക്കേണ്ട വിഷയമാണ്. ശുദ്ധ ഖുർആൻ വളരെ ശക്തമായിട്ട് 136 സൂക്തത്തില് ഇവിടെ അത് പരാമർശിക്കാൻ. وَجَعَلُوا لِلَّهِ مِمَّا ذَرَأَ مِنَ الْحَرْثِ وَالْأَنْعَامِ نَصِيبًا. അല്ലാഹു തആല സൃഷ്ടിച്ച, ഭൂമിയിൽ വ്യാപിപ്പിച്ച കന്നുകാലി സമ്പത്തിൽ നിന്നും കാർഷിക വിളകളിൽ നിന്നും ഒരു വിഹിതം അവർ അള്ളാഹുവിന് എന്ന് പറഞ്ഞ് മാറ്റിവെക്കും. എന്നിട്ട് അവർ പറയാണ് ഫഖാലു ഹാദാ ലില്ലാഹ്. അതേ സമയത്ത് അവരുടെ ദൈവസങ്കല്പങ്ങൾക്ക് വേറെ മാറ്റിവെക്കും. ബിസഅമിഹിം വഹാദാ ലിശുറക്കാഇന, ഈ വിഹിതം ഞങ്ങളുടെ പങ്കാളികൾക്കുള്ളതാന്ന് പറഞ്ഞിട്ട് വേറെ മാറ്റിവെക്കും. എന്നിട്ട് എന്താ സംഭവിക്കുന്നതെന്നറിയോ? ഈ പങ്കാളികൾക്കുള്ളത് പങ്കാളികൾക്ക് മാത്രമാണ്, അതൊരിക്കലും ദൈവത്തിന് കിട്ടൂല. എന്ന് പറഞ്ഞാൽ അത് അവിടെയുള്ള അതിൻ്റെ പൂജാരിമാരും പുരോഹിതന്മാരും അങ്ങനെയുള്ള കമ്മിറ്റിക്കാരൊക്കെ ഉണ്ടല്ലോ, അവർക്കുള്ള വിഹിതമാണ്. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ, നമ്മുടെ നാട്ടിൽ തന്നെ പള്ളി കമ്മിറ്റിയിൽ കയറിക്കൂടാനുള്ള തിരക്കിനേക്കാളും ദർഗകളുടെ കമ്മിറ്റിയിൽ കയറാനാണ് ആളുകൾക്ക് താല്പര്യം. അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാരെ കുറിച്ച്, അല്ലേ? എന്താ കാരണം? അവിടെ ഫണ്ട് ധാരാളം വന്നു ചേരാണ്. അപ്പോൾ അത് പലതരത്തിലും കൃത്രിമം കാണിക്കാനൊക്കെയുള്ള ഒരു അവസരം കൂടി അവിടെ കിട്ടും എന്നതാണ്. അപ്പൊ അങ്ങനെ സംഭവിക്കും. അപ്പോ അവരുടെ ദൈവങ്ങൾക്ക് അവര് മാറ്റിവെച്ച വിഹിതം ഉണ്ടല്ലോ, അത് അള്ളാഹുവിന് ഒരിക്കലും കിട്ടൂല. അള്ളാഹുവിന്റെ മാർഗത്തിലല്ല, അത് അവരുടെ ദൈവങ്ങൾക്ക് വേണ്ടി തന്നെ ഉള്ളതാണ്. അതേസമയം അള്ളാഹുവിന് മാറ്റിവെച്ച വിഹിതം ഉണ്ടല്ലോ, അത് പലപ്പോഴും അവരുടെ ദൈവങ്ങളുടെ കയ്യിൽ ചെന്നെത്തുകയും ചെയ്യും. അതിനുള്ള നിയമങ്ങളൊക്കെ അവര് രൂപപ്പെടുത്തിയെടുക്കും എന്നാണ് അവിടെ മനസ്സിലാക്കേണ്ടത്. അങ്ങനെയാണ് അവര് നിയമങ്ങൾ ആവിഷ്കരിക്കുന്നത് എന്നതാണ്. അതാണ് ഒരു പ്രശ്നം. എന്ന് പറഞ്ഞാൽ ഇപ്പൊ അവര് കാർഷിക വിളകൾ ഉണ്ടാക്കാൻ, അപ്പൊ ഉണ്ടാക്കുമ്പോൾ തന്നെ അതില് ഒരു വിഹിതം അള്ളാഹുവിന്, ഒരു വിഹിതം അവരുടെ കുലദൈവങ്ങൾക്ക് എന്ന് തീരുമാനിക്കും. എന്നിട്ട്
അള്ളാഹുവിൻ്റെ വിഹിതത്തില് അവര് നട്ടുമുളപ്പിച്ചതിന് വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ, അതുപോലെ അവരുടെ കുലദൈവത്തിനുള്ള വിഹിതത്തിന് വെള്ളം ഒഴിക്കും. അപ്പൊ കുലദൈവങ്ങൾക്കുള്ള വിഹിതത്തിൽ വെള്ളം ഒഴിച്ചിട്ട് ആ വെള്ളം അള്ളാഹുവിനുള്ള വിഹിതത്തിലെ കൃഷിയിലേക്ക് ഒഴുകിയിട്ടുണ്ടെങ്കിൽ അവരെന്താ പറയാ? ഈ നന അപ്പുറത്തേക്ക് വന്നതിനാൽ അള്ളാഹുവിനുള്ള വിഹിതവും കുലദൈവങ്ങൾക്കുള്ളതാണ് എന്ന് പറയും. അതേസമയത്ത് അള്ളാഹുവിനുള്ള വിഹിതമാകുന്ന കൃഷിയിൽ വെള്ളം ഒഴിക്കുമ്പോൾ അല്പം വെള്ളം അപ്പുറത്തേക്ക് പോയാലോ അതിന് കൊടുക്കൂല. അങ്ങനെയാണ്. അപ്പോ അവര് ശരിക്കും അവരുടെ ദൈവങ്ങൾക്ക് വേണ്ടി വെച്ചതിലൊരു വിഹിതം അള്ളാഹുവിന് കൊടുക്കണ്ടേ? അങ്ങനെ ഒരു കൊടുക്കൂല. ഇങ്ങനെ വ്യാജ ദൈവങ്ങൾക്ക് വേണ്ടിയിട്ട് കൃത്രിമമായിട്ട് എല്ലാ വിഹിതങ്ങളും മാറ്റിമറിക്കാൻ വേണ്ടിയാണ് അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ ഒരു സങ്കല്പം നമുക്ക് കാണാൻ പറ്റും. അപ്പൊ അത് മനുഷ്യരുടെ മനസ്സിലുള്ള ഒരു ചിന്താഗതിയാണ്. അള്ളാഹുവിന് വേണ്ടി ബലി നൽകുമ്പോൾ അതേ ബലി ഇനി മൊഹീദ്ദീൻ ഷേഖിനും കൂടി ആവട്ടെ എന്ന് തീരുമാനിക്കാം, അല്ലേ? അങ്ങനെ ചെയ്യാൻ പറ്റുമോ? അങ്ങനെ പാടില്ലല്ലോ. അള്ളാഹുവിനുള്ളത് അള്ളാഹുവിന് വേണ്ടി മാത്രമുള്ളതാണ്. അതിൽ മറ്റാരെയും പങ്കു ചേർക്കാൻ പാടില്ല. അള്ളാഹുവിന് നൽകുന്ന അതേ രൂപത്തിൽ മറ്റുള്ളവർക്കും നൽകുമ്പോൾ അതാണല്ലോ ശിർക്ക് എന്ന് പറയുന്നത്. പക്ഷെ നമ്മുടെ സമുദായത്തിൽ പോലും ഇത്തരത്തിലുള്ള കാഴ്ചപ്പാട് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അപ്പൊ ഈ ആയത്ത് ആദർശപരമായ വ്യതിചലനങ്ങളിൽ ഓർമ്മപ്പെടുത്തുന്ന വളരെ ശക്തമായ ഒരു ആയത്താണ്. ഒടുവിൽ അള്ളാഹു ചോദിക്കുന്ന കണ്ടില്ലേ, സാഅമാ യഹ്കുമൂൻ, എത്ര മോശമായ വിധിയാണ് അവർ നടത്തുന്നത് എന്ന് ചോദിക്കുന്നതും കാണാം. എന്തുകൊണ്ടാണ് മനുഷ്യന്മാരിങ്ങനെ വിശ്വാസ വ്യതിചലനങ്ങൾക്ക് വിധേയമാകുന്നത്? അതിന്റെ കാരണം 137 അല്ലാഹു തആല ഒന്നുകൂടി വെളിപ്പെടുത്താൻ. وَكَذَلِكَ زَيَّنَ لِكَثِيرٍ مِّنَ الْمُشْرِكِينَ قتل أولادهم شركاؤهم ليرضوهم وليلبسوا عليهم دينهم ولو شاء الله ما فعلوه فذرهم وما يفترون. وكذلك, അതേപോലെ ഗുരുതരമായ മറ്റൊരു കാര്യം പറയാൻ. വകദാലിക സയ്യന, അലങ്കാരമുള്ളതാക്കി ഭൂഷണമായി തോന്നിപ്പിച്ചു. ലികസീരി മിനൽ മുശ്രിക്കീന, ബഹുദൈവാരാധികളിൽപ്പെട്ട ധാരാളം പേർക്ക്. ഖത്ല ഔലാദിഹിം, ഖത്ൽ വധം, കൊന്നുകളയൽ. ഔലാദിഹിം, അവരുടെ മക്കളെ. സ്വന്തം മക്കളെ കൊന്നുകളയുക എന്നത് ബഹുദൈവാരാധകരിൽ പലർക്കും ഭൂഷണമായിട്ട് അലങ്കാരമായിട്ട് കാട്ടിക്കൊടുത്തു എന്നാ പറയുന്നത്. വലിയൽബിസു അലൈഹിം ദീനഹും, അതിലൂടെ എന്ത് സംഭവിക്കും? വലിയൽബിസു, ലബസ യൽബിസു എന്ന് പറഞ്ഞാൽ അവ്യക്തമായി എന്നാണ് അർത്ഥം. അവ്യക്തമാവുക. അലൈഹിം, അവർക്ക്, ദീനഹും, അവരുടെ ഈ ദീന് അവ്യക്തമാവുക, ആശയക്കുഴപ്പമുണ്ടാവുക എന്നതും അതിലൂടെ സംഭവിക്കും. വലൗ ഷാ അല്ലാഹു, അള്ളാഹു ഉദ്ദേശിച്ചിരുന്നെങ്കിൽ മാ ഫഅലു, അവർ അങ്ങനെ ചെയ്യുമായിരുന്നില്ല. ഫദറുഹും, അതിനാൽ അവരെ വിട്ടേക്കുക. വമാ യഫ്തറൂൻ, അവർ കെട്ടിച്ചമച്ച കള്ളവാദങ്ങളെയും വിട്ടേക്കുക എന്നതാണ് 137 ആയത്തിന്റെ ആശയം. ഈ ബഹുദൈവത്വം മനുഷ്യനെ എത്ര അപകടകരമായ സാഹചര്യത്തിലേക്ക് കൊണ്ടുപോകും എന്ന് വെളിപ്പെടുത്തുന്ന സൂക്തമാണ് 137. വകദാലിക സയ്യന ലികസീരിൻ മിനൽ മുശ്രിക്കീന ഖത്ല ഔലാദിഹിം, ഇതേപോലെ നിരവധി ബഹുദൈവാരാധകർക്ക് സ്വന്തം മക്കളെ കൊന്നുകളയുന്നത് അവരുടെ പങ്കാളികൾ അവർക്ക് അലങ്കാരമാക്കി കൊടുത്തിരിക്കുന്നു. അള്ളാഹു അല്ല, പങ്കാളികളാണ്. നമ്മളിപ്പോ ബലി ചർച്ച ചെയ്യുന്ന, ബലി നിർവഹിക്കാൻ പോകുന്ന ഒരു സന്ദർഭത്തിലാണ് ഉള്ളത്, അല്ലേ? അല്ലാഹു തആല ഇബ്രാഹിം അലൈഹി ഇസ്ലാമിനോട് ആദ്യ പുത്രനെ ബലി നൽകാൻ ആണ് സ്വപ്നത്തിലൂടെ കൽപ്പിച്ചത്. അതിന് ഇബ്രാഹിം അലൈഹി ഇസ്ലാം സന്നദ്ധമായി, എല്ലാ നിലയിലും സന്നദ്ധമായപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ ആ
കരാറ്, അള്ളാഹുവിന്റെ ആ കൽപ്പന താങ്കൾ സാക്ഷാത്കരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അവിടെ ബലി നടന്നില്ല, പകരം ഒരു ബലി മൃഗം ഇറക്കപ്പെടുകയും അതിനെ ബലി നൽകുകയുമാണ് ചെയ്തത്, അല്ലെ? അവിടെ ഇസ്ലാമിന്റെ മാനുഷിക ഭാവം നന്നായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അതെങ്ങാനും ആ പുത്രനെ തന്നെയാണ് പിതാവ് ബലി നൽകിയിരുന്നതെങ്കിൽ ലോകത്തെമ്പാടുമുള്ള എല്ലാ കാലഘട്ടത്തിലെയും വിശ്വാസികൾ അവരുടെ ആദ്യ സന്താനത്തെ ബലി നൽകേണ്ടി വരുമായിരുന്നു, അല്ലെ? അള്ളാഹു എത്ര കാരുണ്യവാനാണ്, ആലോചിച്ച് നോക്കൂ. ഈ ബലി നൽകുന്ന മൃഗത്തെ ബലി നൽകൽ തന്നെ വലിയ ചർച്ചയായ കാലമാണ്. അതേ സമയത്ത് സ്വന്തം മനുഷ്യ പുത്രനെ അങ്ങനെ ചെയ്യേണ്ടി വന്നാല് അള്ളാഹുവിന്റെ ദീൻ എത്ര ക്രൂരമാണ്, അപ്രായോഗികമാണ് എന്ന് ചർച്ച ചെയ്യും. അതിനാൽ ഇസ്ലാം ആ നിലക്കുള്ള മനുഷ്യബലി പോലെയുള്ള ക്രൂരകൃത്യങ്ങളെ പൂർണ്ണമായിട്ടും നിഷേധിച്ചിരിക്കുന്നു. അതേ സമയത്ത് വ്യാജ ദൈവ സങ്കല്പങ്ങൾ ഇത്തരത്തിലുള്ള ചിന്താഗതി കൊണ്ടു നടക്കുന്നു. നരബലി നമ്മുടെ സമൂഹത്തിൽ ഇപ്പോഴും നടക്കുന്നുണ്ട്. ഒറ്റപ്പെട്ട സംഭവങ്ങളാണെങ്കിലും അത് നടന്നുകൊണ്ടിരിക്കുന്നു. നമ്മുടെ രാജ്യത്ത് നടക്കുന്നു, ഇടയ്ക്ക് നമ്മുടെ കേരളത്തിൽ പോലും സംഭവിച്ചില്ലേ. ഇതൊരു പ്രാകൃതമായ അവസ്ഥയാണ്. പക്ഷെ ആരാണ് ഇതിലേക്ക് അവരെ പ്രേരിപ്പിക്കുന്നത്? മിനൽ മുശ്രിക്കീൻ, ഈ മുശ്രിക്കുകളായ ആളുകളെ അതിനെ പ്രേരിപ്പിക്കുന്നത് അവരുടെ ദൈവങ്ങളാണ്, അവരുടെ പങ്കാളികളാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. അങ്ങനെ ചെയ്താൽ ഒരുപാട് ഭൗതിക ഗുണങ്ങൾ ഉണ്ടാകും, സൗഭാഗ്യങ്ങൾ ഉണ്ടാകും, നിങ്ങളുടെ പ്രയാസങ്ങളൊക്കെ മാറിക്കിട്ടും എന്നിങ്ങനെ പറഞ്ഞു പെരുപ്പിച്ച് സ്വന്തം രക്തത്തിൽ പിറന്ന സ്വന്തം കുഞ്ഞിനെ അങ്ങനെ കൊന്നുകളയാനുള്ള പ്രേരണയിലേക്ക് അവർ എത്തിച്ചേരുന്നു എന്നാണ് അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അത് എത്ര ഗുരുതരമാണ് എന്ന് ആലോചിച്ച് നോക്കും. വകദാലിക സയ്യന ലികസീരിൻ മിനൽ മുശ്രിക്കീന ഖത്ല ഔലാദിഹിം, അങ്ങനെ സ്വന്തം മക്കളെ കൊന്നുകളയുക എന്നത് അവരുടെ പങ്കാളികൾ അവർക്ക് അലങ്കാരമായിട്ട് കാണിച്ചു കൊടുക്കുന്നു എന്നാണ്. അത് മുഖേന എന്താ ഉണ്ടാവുക? ലിയുർദൂഹും, അർദ്ധായുർദി, നശിപ്പിച്ചു എന്നാണ്, നാശത്തിലകപ്പെടുത്തി. ലിയുർദൂഹും, ഈ പങ്കാളികൾ അവരെ നാശത്തിലകപ്പെടുത്താണ്. അതിലൂടെ സന്താന നഷ്ടം ഉണ്ടാവും, അല്ലെ? പിന്നീട് തലമുറകളുടെ നഷ്ടമുണ്ടാകും എന്നതൊക്കെയാണ് ഗുരുതരമായ പ്രശ്നം. വൽ യൽബിസു അലൈഹിം ദീനഹും, മാത്രമല്ല അവർക്ക് അവരുടെ ദീന് ആകെ അവ്യക്തതയുള്ളതായിട്ട് അനുഭവപ്പെടും. ദൈവം ഇങ്ങനെയൊക്കെ കൽപ്പിക്കുമോ എന്നുള്ള ചിന്ത മനുഷ്യന്റെ മനസ്സിൽ വരൂല്ലേ? തീർച്ചയായിട്ടും വരും. ഏതാണ് ശരി ഏതാണ് തെറ്റ് എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥ ഉണ്ടാവും. ഇങ്ങനെ അന്ധവിശ്വാസത്തിന്റെ പിന്നാലെ സഞ്ചരിക്കുമ്പോൾ മനുഷ്യൻ പല അബദ്ധങ്ങളും ചെയ്യും. മുസ്ലിം സമുദായത്തിനകത്ത് തന്നെ എന്തൊക്കെയാ സംഭവിക്കുന്നത്? സിദ്ധന്മാരും അതുപോലെയൊക്കെയുള്ള ആളുകളൊക്കെ പറഞ്ഞു കൊടുക്കുന്നത് കേട്ടിട്ട് പലതരത്തിലുള്ള അനാവശ്യങ്ങൾ, ചികിത്സിക്കാൻ പാടില്ല, എന്നിട്ടോ വീട്ടിനകത്ത് ഇങ്ങനെ കുത്തിയിരിക്കുകയാണ് എന്തൊക്കെയോ മന്ത്രങ്ങളൊക്കെ ആയിട്ട്. അങ്ങനെ അല്ലല്ലോ ഇസ്ലാം പഠിപ്പിച്ചത്. രോഗം ബാധിച്ചാൽ ചികിത്സിക്കണം, എന്നിട്ട് പ്രാർത്ഥിക്കണം എന്നാണ്, അല്ലെ? അപ്പൊ ഇതിൽ നിന്നൊക്കെ മാറിയിട്ട് അന്ധവിശ്വാസങ്ങളിൽ ചെന്ന് പെട്ടുപോകുന്ന അവസ്ഥ ഉണ്ടാകുന്നു. അത് മുഖേന ആശയക്കുഴപ്പങ്ങളും നാശങ്ങളും ഉണ്ടാകുന്നു. വലൗ ഷാ അല്ലാഹു മാ ഫഅലു, അള്ളാഹു ഉദ്ദേശിച്ചിരുന്നെങ്കിൽ അവരിങ്ങനെ ചെയ്യുമായിരുന്നില്ല. എന്താ, അള്ളാഹുവിനെ ഉദ്ദേശിച്ചാൽ പോരെ എന്ന് നമുക്ക് തോന്നും. അവിടെ എന്താ ഉദ്ദേശിക്കുന്നത്? അള്ളാഹു തആല ആ മനുഷ്യരുടെ സ്വാതന്ത്ര്യത്തിൽ കൈവക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്നാണ്. ഈ ലോകത്ത് അള്ളാഹു നൽകിയ സ്വാതന്ത്ര്യമാണ്. ഈ ലോക ജീവിതം പരീക്ഷണമാണ്. അതുകൊണ്ട് ഒരാൾക്ക് അയാളുടെ ഉദ്ദേശത്തിൽ പ്രവർത്തിക്കാനുള്ള അവസരമുണ്ട്. പക്ഷെ അള്ളാഹു സുബ്ഹാനഹു തആല ഒരു ഘട്ടത്തിൽ അയാളെ ചോദ്യം ചെയ്യും എന്ന് മനസ്സിലാക്കണം. ഫദറുഹും, അവരെ വിട്ടേക്കും. വമാ യഫ്തറൂൻ, അവർ കെട്ടിച്ചമച്ച വ്യാജ ദൈവ സങ്കല്പങ്ങളെയും വിട്ടേക്കും. മനുഷ്യഹത്യ എന്നത്, ഇങ്ങനെ നരബലി നടത്തുക എന്നത് അറബികൾക്കിടയിലൊക്കെ പുരാതന കാലം മുതലേ നിലനിന്നിരുന്ന ഒരവസ്ഥയായിരുന്നു എന്നാണ് പറയുന്നത്. എന്തിനു വേണ്ടി അങ്ങനെ ചെയ്തിരുന്നത്? ഒന്ന്, ദേവതകളുടെ പ്രീതിക്ക് വേണ്ടി അവരങ്ങനെ ചെയ്തിരുന്നു എന്നാണ്. അങ്ങനെയുള്ള സംഭവങ്ങൾ ഒരുപാട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതാവ് അബ്ദുള്ള എന്നവരെ ആ നിലയ്ക്ക് ബലി നൽകാൻ വേണ്ടിയിട്ട് അബ്ദുള്ളയുടെ പിതാവ് അബ്ദുൽ മുത്തലിബ് നേർച്ചയാക്കിയ ഒരു സംഭവം
വളരെ പ്രസിദ്ധമാണ്. അതിങ്ങനെയായിരുന്നു: തനിക്ക് 10 പുത്രന്മാർ ജനിക്കുകയും ആ 10 പേരും തന്നോടൊപ്പം ജീവിക്കുകയും ചെയ്താൽ അതിൽ ഒരാളെ കഅബയിൽ ബലി നൽകാം എന്നായിരുന്നു അബ്ദുൽ മുത്തലിബിന്റെ നേർച്ച. എന്നിട്ടോ അങ്ങനെ 10 മക്കളുണ്ടായി. ആ 10 മക്കളും അബ്ദുൽ മുത്തലിബിനോടൊപ്പം സന്തോഷകരമായിട്ട് ജീവിച്ചു തുടങ്ങി. അപ്പൊ ആ സമയത്ത് എന്തായി? അബ്ദുൽ മുത്തലിബിന് ഈ നേർച്ച പൂർത്തീകരിക്കണമല്ലോ. അബ്ദുൽ മുത്തലിബ് കഅബയുടെ അകത്തുണ്ടായിരുന്ന മഹാവിഗ്രഹമുണ്ട്, ഹുബുൽ എന്ന ദൈവം. ഹുബുൽ വിഗ്രഹത്തിന്റെ സന്നിധിയിൽ ചെന്നിട്ട് അമ്പെറിഞ്ഞു. അമ്പെറിയ എന്ന് പറഞ്ഞാൽ അത് ഒരു ഭാഗ്യപരീക്ഷയാണ്, ഒരു കാര്യത്തിൽ തീരുമാനം എടുക്കാനുള്ള മാർഗമാണ്. അങ്ങനെ പുത്രന്മാരിൽ ആരെയാണ് ബലി നൽകേണ്ടത് എന്ന് ദൈവത്തിന്റെ തീരുമാനം ആരായുകയാണ്. അപ്പൊ നറുക്ക് വീണത് ആർക്കാണ്? അബ്ദുള്ളക്കാണ് നറുക്ക് വീഴുന്നത്. അബ്ദുള്ളയാണ് ഇളയ ആള്. അബ്ദുള്ളക്ക് നറുക്ക് വീഴുന്നു. ഈ സന്ദർഭത്തില് ചില ഖുറൈശി പ്രമാണിമാർ ഇടപെട്ടുകൊണ്ട് എന്തെങ്കിലും പരിഹാരക്രിയ ചെയ്ത് അബ്ദുള്ളയെ ബലിയിൽ നിന്ന് ഒഴിവാക്കാൻ പറ്റുമോ എന്ന് പുരോഹിതന്മാരോട് അന്വേഷിച്ചു. പ്രത്യേകിച്ച് ഖൈബറിലെ ഒരു പുരോഹിതനായ ജ്യോത്സ്യനോടാണ് അതിനെക്കുറിച്ച് അന്വേഷിക്കുന്നത്. അപ്പൊ അങ്ങനെ അന്വേഷിച്ചപ്പോൾ പുരോഹിതൻ പല നിലക്കും ഈ വിഷയത്തിൽ പഠനം നടത്തി. അങ്ങനെ പുരോഹിതൻ എന്താ പറഞ്ഞത്? അബ്ദുള്ളക്ക് പകരം ഒട്ടകത്തെ ബലി നൽകിയാൽ മതി എന്നാണ്. അപ്പൊ എത്ര ഒട്ടകത്തെ ബലി നൽകണം അത് ദേവന്മാര് തീരുമാനിക്കും. അങ്ങനെ ദേവന്മാരുടെ സന്നിധിയിൽ അബ്ദുള്ളയുടെ പേരും ഒട്ടകങ്ങളുടെ എണ്ണവും ചേർത്തിട്ട് അമ്പെറിയണം എന്ന് പറഞ്ഞു. അബ്ദുള്ളക്ക് പകരം ഒട്ടകത്തിന്റെ നറുക്ക് വീഴുമ്പോൾ അത്രയും ഒട്ടകങ്ങളെ ബലിയർക്കണം എന്നാ പറഞ്ഞത്. അബ്ദുൽ മുത്തലിബ് 10 ഒട്ടകം മുതൽ നറുക്കിടാൻ തുടങ്ങി. 10 ഒട്ടകം അബ്ദുള്ളയുടെ ജീവന് പകരമായിട്ട് ബലി നൽകും എന്ന് പറഞ്ഞുകൊണ്ട് 10 ഒട്ടകങ്ങളെ സമർപ്പിച്ചു. പക്ഷെ നറുക്ക് വീണില്ല. 20 ഒട്ടകത്തെ സമർപ്പിച്ചു. അപ്പോഴൊക്കെ അബ്ദുള്ളയെ ബലി നൽകണം എന്ന നിലക്കാണ് നറുക്ക് വീഴുന്നത്. അങ്ങനെ ഒരുപാട് ഒട്ടകങ്ങളെ സമർപ്പിച്ച് ഒടുവിൽ 100 ഒട്ടകത്തിന് നറുക്കിട്ടപ്പോ ഒട്ടകങ്ങളുടെ നറുക്ക് വീണു. അതുവരെ അബ്ദുള്ളയെ ബലി നൽകണമെന്നാണ്. 100 ആയപ്പോ നറുക്ക് ഒട്ടകത്തിന് വീണു. ഒട്ടകങ്ങളെ ബലി നൽകിയാൽ മതി. അങ്ങനെയാണ് അബ്ദുള്ള രക്ഷപ്പെട്ടത് എന്നാ പറയുന്നത്. അത് വല്ലാത്തൊരു സംഭവമാണ്. അങ്ങനെ ദൈവപ്രീതിക്ക് വേണ്ടിയിട്ട് പുത്രബലി നടത്തുന്ന സമ്പ്രദായം പഴയ ദേശങ്ങളിൽ, ഷാം പോലെയുള്ള ദേശങ്ങളില്, കനാന്യർ എന്ന വിഭാഗങ്ങളിലൊക്കെ വ്യാപകമായിട്ടുണ്ടായിരുന്നു. ഇതാണ് ഒരു പുത്രബലിയുടെ രീതി. രണ്ടാമത്തേത് അഭിമാനക്ഷതം ഭയന്ന് പെൺകുട്ടികളെ കുഴിച്ചു മൂടുന്ന സംഭവമാണ്. എല്ലാ ഗോത്രങ്ങളും ആചരിച്ചിരുന്ന ഒരു സമ്പ്രദായമായിരുന്നില്ല ഇത്. റബീഅ, മുളർ തുടങ്ങിയ ഗോത്രങ്ങൾ കാര്യമായിട്ട് ഈ അനാചാരം കൊണ്ടു നടന്നിരുന്നു എന്നാണ് പറയുന്നത്. അങ്ങനെയുള്ള പല സംഭവങ്ങളും ഉദ്ധരിക്കപ്പെടുന്നതായിട്ട് കാണാൻ സാധിക്കും. ആ നിലയ്ക്ക് പെൺകുഞ്ഞുങ്ങൾ അപമാനമാണ് എന്ന് കരുതിയിട്ട് അവരെ കൊന്നുകളയുന്ന രീതി ഉണ്ടായിരുന്നു എന്നാണ്. അത് പല ശൈലിയിലാണ്. ഒന്നുകിൽ മാതാവ് പ്രസവിച്ചിട്ട് മാതാവ് കുഞ്ഞിനെ കാണുന്നതിന് മുമ്പേ അതിനെ എടുത്തുകൊണ്ട് പോയിട്ട് നേരെ കൊണ്ടുപോയിട്ട് കൊന്നുകളയും. അപ്പൊ മാതാക്കന്മാര് അതിന് സമ്മതിക്കോ? ഒരിക്കലും സമ്മതിക്കൂല. അവര് അരുത് എന്ന് പറയും. പക്ഷേ അവരിലെ പുരുഷന്മാര് അതിനെ കൊണ്ടുപോയിട്ട് കൊന്നുകളയും എന്നാ പറയുന്നത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ ഇത്തരം ജാഹിലിയ സംഭവങ്ങൾ പലരും വിവരിച്ചത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഒരാൾ വന്ന് പറഞ്ഞില്ലേ, ജാഹിലിയ കാലത്ത് ഞാൻ വലിയ പാപം ചെയ്തു പോയിട്ടുണ്ട് റസൂലെ, ഞാൻ മുസ്ലിം ആയിട്ടുണ്ടെങ്കിലും അള്ളാഹു എനിക്കത് പുറത്തു തരില്ലേ എന്ന ഭയമുണ്ട്. അപ്പൊ എന്താണ് ആ പാപം എന്ന് ചോദിച്ചപ്പോ അയാൾ പറയാണ്, തിരുദൂതരെ, ഞാന് ഇങ്ങനെ പെൺകുഞ്ഞുങ്ങളെ കൊന്നുകളയുന്നവരുടെ കൂട്ടത്തിലായിരുന്നു. അപ്പോൾ എനിക്ക് ഒരു പെൺകുട്ടി ജനിച്ചു. അതിനെ ജീവിക്കാൻ അനുവദിക്കണമെന്ന് ഭാര്യ എന്നോട് യാചിച്ച് പറഞ്ഞു. അതനുസരിച്ച് ഞാൻ അവളെ ജീവിക്കാൻ വിട്ടു. അവൾ വളർന്ന് സുന്ദരിയായ ഒരു കന്യകയായിട്ട് മാറി. നല്ലൊരു പെൺകുട്ടിയായിട്ട് ആ പെൺകുട്ടി വളരാൻ. ഇപ്പൊ വിവാഹാലോചനകൾ വന്നു തുടങ്ങി. അതേ സമയത്ത് എൻ്റെ മനസ്സിൽ ഈ ദുരഭിമാനം, ഗോത്രത്തിന്റെ അഭിമാനം വല്ലാതെ പിടികൂടിയിരുന്നു. അതുകൊണ്ട് തന്നെ അവളെ ആൾക്കും വിവാഹം ചെയ്തു കൊടുക്കാൻ എനിക്ക് മനസ്സ് വന്നില്ല.
അവിവാഹിതയായിട്ട് അവളെ വീട്ടിൽ നിർത്താനും എനിക്ക് ഇഷ്ടമായില്ല. ഒരു ദിവസം ഞാൻ ഭാര്യയോട് പറഞ്ഞു, ഞാൻ ഇന്ന ഗോത്രത്തിലെ എൻ്റെ ബന്ധുക്കളെ സന്ദർശിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് പോവാണ്, മകളെയും എൻ്റെ കൂടെ വിട്ടു തരണമെന്ന് പറഞ്ഞു. അപ്പൊ മോൾക്ക് വലിയ സന്തോഷായി. നാട് കാണാൻ വേണ്ടി പോവല്ലേ, മറ്റു ബന്ധുക്കളുടെ അടുത്ത് പോവല്ലേ. അങ്ങനെ അവളെ നല്ല വസ്ത്രങ്ങളൊക്കെ അണിയിച്ച്, ആഭരണങ്ങളൊക്കെ അണിയിച്ചു. ഞാൻ അവളെ ചതിക്കുകയില്ല എന്ന് എന്നെ കൊണ്ട് എൻ്റെ ഭാര്യ പ്രതിജ്ഞയെടുപ്പിച്ചു. ഞാൻ മകളെയും കൂട്ടിയിട്ട് പുറത്തേക്ക് പോയി. അങ്ങനെ ഒരു കിണറിന്റെ അടുത്തെത്തി. എന്നിട്ടോ കിണറ്റിലേക്ക് നോക്കുന്നത് കണ്ടപ്പോൾ തന്നെ അതിൽ തള്ളാൻ എന്നെ അതില് തള്ളാൻ കൊണ്ടുവന്നതാണ് എന്ന് ആ മകൾക്ക് മനസ്സിലായി. മകൾ എന്നെ കെട്ടിപ്പിടിച്ച് കരയാൻ തുടങ്ങി. അപ്പാ, എന്താണ് അങ്ങ് എന്നെ ചെയ്യാൻ പോകുന്നത്? അവൾ നിലവിളിച്ചു. എനിക്ക് ദയ തോന്നി. വീണ്ടും കിണറ്റിലേക്ക് നോക്കിയപ്പോൾ എന്നിലെ ദുരഭിമാനം വല്ലാതെ വർദ്ധിച്ചു. അപ്പോഴും അവള് കരഞ്ഞുകൊണ്ടിരുന്നു. പൊന്നുപ്പ, ഉമ്മയ്ക്ക് കൊടുത്ത ആ വാക്ക് പാലിക്കണേ. ഞാൻ കിണറ്റിലേക്കും അവളുടെ മുഖത്തേക്കും മാറി മാറി നോക്കിക്കൊണ്ടിരുന്നു. അവളുടെ മുഖം കാണുമ്പോൾ ദയ തോന്നും. അതേ സമയത്ത് കിണറ്റിലേക്ക് നോക്കുമ്പോൾ ചെകുത്താൻ എന്നെ കീഴടക്കും. ഒടുവിൽ ഞാൻ അവളെ എടുത്ത് തലകീഴായി കിണറ്റിലേക്ക് എറിഞ്ഞു. ഉപ്പ എന്നെ കൊന്നല്ലോ എന്ന് അപ്പോൾ അവൾ നിലവിളിക്കുന്നുണ്ടായിരുന്നു. അവളുടെ ഒച്ച നിലക്കുന്നത് വരെ ഞാൻ അവിടെ തന്നെ നിന്നിട്ട് ഞാൻ മടങ്ങിപ്പോന്നു. ആലോചിച്ച് നോക്കൂ, ഈ കഥ കേട്ടിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കരഞ്ഞുപോയി. റസൂലുള്ളാഹിന്റെ ശിഷ്യന്മാരും കരഞ്ഞുപോയി. ഇപ്പൊ തിരുമേനി പറയാണ്, ജാഹിലിയത്തിൽ ചെയ്ത ഈ കുറ്റത്തിന് ആരെങ്കിലും ശിക്ഷിക്കാൻ ഞാൻ കൽപ്പിക്കുമായിരുന്നെങ്കിൽ തീർച്ചയായും നിങ്ങളെ ശിക്ഷിക്കാൻ വേണ്ടി ഞാൻ കൽപ്പിക്കുമായിരുന്നു എന്ന് പറഞ്ഞു. ജാഹിലിയ കാലത്ത് നടന്നുപോയ തെറ്റുകൾക്ക് ഒരാൾ മുസ്ലിമായി കഴിഞ്ഞതിന് ശേഷം ശിക്ഷയില്ല എന്നാണ്. ഇസ്ലാം മുൻ പാപങ്ങളെയൊക്കെ പുറത്തു കൊടുത്തിരിക്കുന്നു. അപ്പൊ അതുകൊണ്ട് മാത്രം ഞാൻ താങ്കളെ വെറുതെ വിടുന്നു എന്നാ പറഞ്ഞു. ഇങ്ങനെ വല്ലാതെ സങ്കടപ്പെടുത്തുന്ന ഒരുപാട് സംഭവങ്ങൾ അന്നവിടെ ഉണ്ടായിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഇതാണ് മറ്റൊന്ന്. അപ്പൊ ഒന്ന് ദൈവപ്രീതിക്ക് വേണ്ടിയിട്ട് മക്കളെ കൊല്ലലാണ്. മറ്റൊന്ന് ദുരഭിമാനം സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് പെൺകുഞ്ഞുങ്ങളെ കൊല്ലലാണ്. മൂന്നാമത്തേത് ദാരിദ്ര്യം ഭയന്നുകൊണ്ട് പെൺകുട്ടികളെ കൊല്ലലാണ്. കാരണം സ്ത്രീകള് അന്നത്തെ കാലത്ത് സമ്പാദിക്കാൻ പ്രയോജനപ്പെടാത്ത ഒരു വിഭാഗമാണ്. അവർക്ക് കച്ചവടം ചെയ്യാൻ കഴിയില്ല, കൃഷി ചെയ്യാൻ കഴിയില്ല, ജോലി ചെയ്യാൻ കഴിയില്ല, അതുപോലെ കന്നുകാലികളെ മേയ്ക്കാനാവില്ല, യുദ്ധം ചെയ്യാനാവില്ല. അതുകൊണ്ട് എന്തിനാണ് വെറുതെ ഈ നഷ്ടക്കച്ചവടം? അത് ഒരു അധിക ഭാരമാണ്, ദുർവ്യയമാണ് എന്നാണ് അവർ ചിന്തിച്ചിരുന്നത്. അങ്ങനെ അവര് പെൺമക്കൾ എന്ത് ചെയ്യും? ചെലവ് കുറക്കാൻ വേണ്ടിയിട്ട് കൊന്നുകളയും എന്നാണ് അതിനെക്കുറിച്ച് പറയുന്നത്. അതേ സമയത്ത് അന്ന് വേറെ ചില ആൾക്കാരുണ്ടായിരുന്നു. അസ്മാ ബിന്ത് അബീ ബക്കർ റളിയല്ലാഹു അൻഹുമ പറയുന്നുണ്ട്, സെയ്ദ് ബിനു അമ്ർ ബിനു നുഫൈൽ എന്നൊരാളുണ്ടായിരുന്നു. അയാള് കുഴിച്ചു മൂടപ്പെടുന്ന പെൺകുട്ടികളുടെ രക്ഷകനാണ്. ഒരാൾ തന്റെ പുത്രിയെ കൊല്ലാൻ ഉദ്ദേശിക്കുന്നു എന്ന് അറിഞ്ഞാല് ആ കുഞ്ഞിനെ കൊല്ലരുത്, എനിക്ക് തന്നേക്കൂ എന്ന് പറഞ്ഞിട്ട് ആ കുട്ടിയെ സ്വീകരിച്ച് അയാള് വളർത്തിക്കൊണ്ടുവരും. അങ്ങനെ ആ കുഞ്ഞിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കും. ആ കുഞ്ഞ് വളർന്നു കഴിഞ്ഞാല് പിതാവിനോട് പറയും, വേണമെങ്കിൽ നിങ്ങൾക്ക് അവളെ കൊണ്ടുപോകാം, അല്ലെങ്കിൽ ഞാൻ തന്നെ നോക്കിക്കൊള്ളാം എന്ന് പറയുമായിരുന്നു എന്നാണ്. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ പലതും അവിടെ ഉണ്ടായിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ ഇതിൻ്റെയൊക്കെ കാരണം എന്താണ്? വിശ്വാസ വൈകല്യമാണ് എന്നാണ് ഇവിടെയും അല്ലാഹു സുബ്ഹാനഹു തആല ബോധ്യപ്പെടുത്തുന്നത്. അപ്പൊ അത് വിശ്വാസം അന്ധവിശ്വാസമായി മാറുമ്പോൾ, വികലമായി മാറുമ്പോൾ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുന്നു എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു തആല വിശ്വാസ വിശുദ്ധി നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മൾ ഇബ്രാഹിം അലൈഹിസ്സലാമിനെ കൂടുതലായി അനുസ്മരിക്കുന്ന സന്ദർഭമാണ്. യഥാർത്ഥ ഏകദൈവത്വത്തിന്റെ തൗഹീദിന്റെ വക്താവായിരുന്നല്ലോ ഇബ്രാഹിം അലൈഹിസ്സലാം. അതിനാൽ വിശ്വാസപരമായ എല്ലാ കലർപ്പുകളിൽ നിന്നും പൂർണ്ണമായി മനസ്സിനെ മുക്തമാക്കി അള്ളാഹുവിനെ മാത്രം സമർപ്പിക്കുവാനുള്ള തൗഫീഖ് നൽകി അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മളിപ്പോൾ ഉയർത്തുന്ന തക്ബീറുകളിലും അതുപോലെ തന്നെ നമസ്കാരങ്ങളിലും എല്ലാം ഈ ഒരു തൗഹീദിന്റെ
ആദർശമാണ് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് മനസ്സിനകത്ത് നന്നായി ശക്തിപ്പെടേണ്ടതുണ്ട്. അന്ധവിശ്വാസങ്ങളിൽ നിന്ന്, അനാചാരങ്ങളിൽ നിന്ന് മുക്തി നേടേണ്ടതുണ്ട്. അള്ളാഹുവെ, അങ്ങനെ ശുദ്ധ പ്രകൃതിയുള്ള ഈമാൻ നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണേ റബ്ബെ. ഞങ്ങളുടെ എല്ലാ സതുദ്ദേശങ്ങളും സഫലീകരിച്ചു തന്നെ നാഥ. എല്ലാ പ്രയാസങ്ങളിൽ നിന്നും കാവൽ നൽകണേ റബ്ബെ. ഫലസ്തീനിലെ സഹോദരങ്ങൾക്ക് വിജയവും ആശ്വാസവും സഹായവും നൽകി അനുഗ്രഹിക്കണേ റബ്ബെ. എല്ലാ പ്രയാസങ്ങളിൽ നിന്നും കാത്തു രക്ഷിക്കണേ നാഥ. ഞങ്ങളുടെ എല്ലാ സതുദ്ദേശങ്ങളും സഫലീകരിച്ചു തരണേ റബ്ബെ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിന അദാബന്നാർ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.